ബഹുമാനികൾ, കുത്താടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നമ്മളിന്നിവിടെ ഈ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചത്. അത് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ എക്കാലത്തെയും ജനകീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. ഓരോ ഇന്ന് ഉമ്മൻചാണ്ടിയെ പറ്റി അറിയുന്ന ഓരോ ആളുകളുടെ മനസ്സിലും ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെന്താണ് ഇവിടെ നേരത്തെ കേട്ടി പറഞ്ഞതുപോലെ ഒരു അനുസ്മരണം എന്ന് വേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഉമ്മൻചാണ്ടി എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു ജനകീയ നേതാവിൻ്റെ മരണത്തിൽ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാമെന്ന് കൂത്താടി മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചത് തന്നെ എനിക്ക് തോന്നുന്നൊരു വലിയ കാര്യമാണ്. അപ്പം ഇവിടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ തണലിൽ ഇതിൻ്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെ പറ്റിയെല്ലാം നവാസ് മാഷോട് സൂചിപ്പിക്കും. അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനുവേണ്ടി നവാസ് മാഷെ ആദരവോട് ക്ഷണിക്കുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അനുശിദ്ധരായ നേതാക്കന്മാരെ, സത്യത്തിൽ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എന്തായാലും കേരളം കണ്ട ഒരു വലിയ മനുഷ്യസ്നേഹിയുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ 1ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന് സമാനമായ ഒരു കാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇന്ന് തണലിലേക്ക് വരാനും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നന്മ കൊണ്ട് അടയാളപ്പെടുത്താനും തയ്യാറായ കൂത്താടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സാരഥികളെ തണലിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്ന് കാലാവസ്ഥയുടെ രൂക്ഷമായ അവസ്ഥ കാരണം മുഴുവൻ കുട്ടികൾക്കും ഇന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് ഇത് മാറ്റിവെക്കാനോ ആവില്ല. ആ നിലയിലാണ് ഇന്ന് തന്നെ ഇത് നടക്കട്ടെ എന്നുള്ള നിലയിൽ കമ്മിറ്റിയും അതുപോലെ തണലും ആ അർത്ഥത്തിൽ ഈ വിഷയത്തെ കണ്ടത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ടീച്ചറുകൾക്കൊക്കെ തിരക്കുള്ള ആളുകളാണ്. മക്കൾ തിരിച്ചു പോകുന്നതിന് മുമ്പേ അവരെ കാണേണ്ടതുണ്ട്, ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. മറ്റേ നേതാക്കന്മാരല്ല, നാടംഗീകരിക്കുന്ന യഥാർത്ഥത്തിൽ നാടിൻ്റെ കാവലാളായ ആളുകളാണ് ഇരിക്കുന്ന ഓരോരുത്തരും. തണലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവകാരുണ്യത്തിൻ്റെ സമാനതകളില്ലാത്ത പേരാണ്. ഒരു മതത്തിൻ്റെയും ഒരു രാഷ്ട്രീയത്തിൻ്റെയും, എന്നാൽ എല്ലാ മതത്തിൻ്റെയും എല്ലാ രാഷ്ട്രീയത്തിൻ്റെയും പിന്തുണയുള്ള മനുഷ്യസ്നേഹത്തിന് ഉദാത്തമായ ഒരു കേന്ദ്രമാണ് ഇത്. തണൽ കേരളത്തിനകത്തും പുറത്തും ഈ സംവിധാനങ്ങൾ, വലിയ ഡയാലിസിസ് സെൻ്ററുകൾ, സ്കൂളുകൾ, അതിഥി മന്ദിരങ്ങൾ, പാരാകുടിക്കുക സെൻ്ററുകൾ, തെരുവിൽ കഴിയുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പദ്ധതികൾ, തുല്യതയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പേരാണ് തണൽ. അപ്പോൾ കുറ്റ്യാടി അതിൻ്റെ ഒരു ശാഖ മാത്രമാണ്. കുറ്റ്യാടി ഡോക്ടർ സച്ചിത്ത് പ്രസിഡൻ്റായ കമ്മിറ്റിയാണ് ഇവിടുത്തെ സംഗതികൾക്ക് നേതൃത്വം നൽകുന്നത്. എല്ലാ വിഭാഗവും ചേർന്ന ഒരു കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സൗന്ദര്യം കൂടുതലാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതല്ല, നാടിൻ്റെ ഒരു പൊതു സ്പേസ് എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ സ്വീകാര്യത വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് കൂത്താടിയിലെ വലിയൊരു പ്രസ്ഥാനം ഇന്ന് ഇവിടത്തേക്ക് ഭക്ഷണം കൊടുക്കാൻ തിരഞ്ഞെടുത്തതും ആ വരികൾക്കിടയിൽ ആ വായന നടത്തിയിട്ടായിരിക്കും ഞാൻ വിചാരിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ അംബാസഡർമാരായി മാറണം എന്നൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ച് KPCCയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സത്യം പോലുള്ള ആളുകളുടെ നേതൃത്വത്തിൽ വരുന്ന ഈ ടീമിന് ഇതിൻ്റെ സാരഥികളായി നാളെ മാറേണ്ട ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഇത് സ്പെഷ്യൽ സ്കൂളാണ്. നമ്മുടെ പഞ്ചായത്തിനൊക്കെ കാണുന്ന ബഡ്സ് സ്കൂളേ അല്ല. ഇത് കുട്ടികൾക്ക് ഗവേഷണാത്മകമായ പഠനത്തിലൂടെ, പരിചരണത്തിലൂടെ കുട്ടികളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന വലിയൊരു റിസർച്ച് കേന്ദ്രം. നേരത്തെ കുട്ടികൾക്ക് വൈകല്യം വന്നാൽ മൈസൂരിൻ്റെ ഐഷർ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് വലിയ സ്ഥാപനത്തിലാണ് പോവുക. എന്നാൽ ആ സംവിധാനം മുഴുവൻ ഇവിടെയുണ്ട്. ശരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഭിന്നശേഷി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസ കേന്ദ്രമാണ്. ഇവിടെ 300 കുട്ടികളാണുള്ളത്, 300 ഭിന്നശേഷിക്കാരായ കുട്ടികൾ. അതിൽ തന്നെ 200ഓളം കുട്ടികൾ നേഴ്സ് കോളേജ് സ്കൂൾ വരുന്നവരും ബാക്കി കുട്ടികൾ ഔട്ട് പേഷ്യൻ്റ് വിഭാഗത്തിൽ വന്ന് തെറാപ്പി നടത്തി പോകുന്നവരുമാണ്. ഇവിടെ എല്ലാ ഭിന്നശേഷി കുട്ടികളെയും അഡ്രസ് ചെയ്യുന്നുണ്ട്. സെറിബ്രൽ പാസി, ഓട്ടിസം, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഡൗൺ സിൻഡ്രോം, സെറിബ്രൽ തുടങ്ങിയിട്ടുള്ള എല്ലാ വൈകല്യങ്ങളെയും അഡ്രസ് ചെയ്യുന്ന കേന്ദ്രമാണ്. അവരെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ടീച്ചേഴ്സുണ്ട്, തെറാപ്പിസ്റ്റുകളുടെ എല്ലാ തെറാപ്പികളുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. ഒരു ഫുൾ ടീമിൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സിവിയർ കേസായിട്ടുള്ള മക്കളുണ്ട്.
എന്നാൽ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത മക്കളുണ്ട്. എന്നാൽ സിവിയർ ഡിസബിലിറ്റി ഇല്ലാത്ത മക്കളുണ്ട്. സിവിയർ ഡിസബിലിറ്റി ഇല്ലാത്ത മക്കൾ നമ്മൾ ചെയ്യുന്നത് അവർക്ക് ദൈവം ഏതെങ്കിലും തരത്തിൽ അനുഗ്രഹം കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അവരെ തൊഴിൽ പരിശീലിപ്പിച്ച് ജീവിതത്തിൽ സ്വന്തമായി അവർക്ക് നിലനിൽക്കാനാവുന്ന ആവശ്യമായ പരിചരണവും പരീക്ഷണവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കുട്ടികൾക്ക് നിരന്തരം തെറാപ്പികൾ ആവശ്യമുണ്ട്. എല്ലാ തെറാപ്പിയും നമ്മൾ കൊടുക്കുന്നു. ഇതെല്ലാം സൗജന്യമായി കൊടുക്കുന്ന സംവിധാനം. ഒരു മാസം ഈ സംവിധാനത്തിന് പ്രവർത്തിക്കാൻ മാത്രം ഡയാലിസിസ് സെൻ്ററാണ് തൊട്ട് നിങ്ങൾ കയറി വരുമ്പോൾ കാണുന്നത്. ഒരു 43ഓളം ആളുകൾക്ക് ജീവൻ നിലനിൽക്കുന്ന കേന്ദ്രമാണ് ഈ ഡയാലിസിസ് സെൻ്റർ. 43 ആളുകൾ. അത് ആളുകളുടെ സഹായം കൊണ്ടാണ് ആ സംവിധാനം നടക്കുന്നത്. ഈ സ്ഥലം തിരുവത്ത് അബ്ദുൽ മജീദ് എന്ന് പറയുന്ന പ്രവാസി അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരിൽ സൗജന്യമായി കൊടുത്താണ്. ആ കാണുന്ന ഡയാലിസിസ് സെൻ്ററിൻ്റെ കെട്ടിടം അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരിൽ അദ്ദേഹം സ്പോൺസർ ചെയ്തതാണ്. ഈ കാണുന്ന കെട്ടിടം മറ്റൊരു ബ്ലോക്കാണ്. ഇത് ബഹറിൻ്റെ ഒരു പ്രവാസി സ്പോൺസർ ചെയ്തതാണ്. നമ്മുടെ മേലെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേരാമ്പ്രയുള്ള സൈലൻറ്റ് വാലി ബീച്ച് പിന്നെ സംഭാവന ചെയ്തിട്ടുള്ള പിന്നെ കെട്ടിടമുണ്ട്. ഡൈനിങ് ഹോളും കിച്ചണുണ്ട്. ഖത്തറിലെ പ്രവാസികൾ സ്പോൺസർ ചെയ്ത സ്കൂളിൻ്റെ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു മിനിയേച്ചറാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന അഡ്മിൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ അത്തരമൊരു കുട്ടികൾ നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനൊരു കുട്ടി ഇല്ലാതിരുന്നതിന് ദൈവത്തോട് നമ്മൾ നന്ദി പറയണം ശരിക്കും. കാരണം അത്തരൊരു കുട്ടി വീട്ടിലുണ്ടെങ്കിലേ അതിൻ്റെ പ്രയാസം നമ്മൾ മനസ്സിലാക്കും. ഒരു മണിക്കൂർ ഭിന്നശേഷി കുട്ടിയുടെ രക്ഷിതാവായി നമുക്ക് ജീവിക്കാനാവില്ല. അത്രമാത്രം ദുസ്സഹമാണ് അവരുടെ അവസ്ഥ. അപ്പോൾ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. ഇപ്പോൾ സത്യത്തിൻ്റെ മോള് നമ്മളെ വിട്ടേച്ച് പോയ മോളാണ്. ദൈവത്തിൻ്റെ പല ലോകങ്ങൾ ആ കുട്ടിക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ശരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നല്ല കുട്ടികളെ കിട്ടുക എന്ന് പറയുന്നത്. ഇവരെ സ്വർഗത്തിൻ്റെ അവകാശികൾ എന്നാണ് പറയുക. കാരണം നിഷ്കളങ്കരാണ്, നേരെ സ്വർഗത്തിൽ പോകുന്ന മക്കളാണ്. ഈ ഇത്തരം രക്ഷിതാക്കളുടെ വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം രക്ഷിതാക്കളും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ മക്കൾ മരിച്ചു പോകണമെന്നാണ്. ഞങ്ങളുടെ മക്കൾ മരിച്ചു പോകണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം മക്കളോട് ഇഷ്ടക്കുറവല്ല, മറിച്ച് ഞങ്ങൾ മരിച്ചാൽ ആരും കുട്ടിയെ എടുക്കില്ല എന്ന് പറയുന്നൊരവസ്ഥയിൽ രക്ഷിതാവിന് തോന്നുന്ന വല്ലാത്തൊരു ഏക ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ 37 കൊല്ലം സ്കൂളിലെ മാഷായിരുന്നു ഞാൻ. ഇവിടുത്തെ ടീച്ചർമാർ ചെയ്യുന്ന പണിയായി സാമ്യപ്പെടുത്തിയാൽ അധ്യാപകർ ചെയ്യുന്ന പണിയൊന്നും ഒന്നുമല്ല. ഒരു ക്ലാസ്സിന് 12 മണിക്ക് മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു കുട്ടിയെ പരിചരിക്കുന്ന ഒരു ടീച്ചർ ആരാധിക്കുകയാണ്. മാത്രമല്ല ഓരോ നിമിഷവും ഇവരുടെ മനോഗതി മാറുക. വല്ലാത്തൊരു പിന്നെ വേവ് ലെങ്താണ് അവരുടെ ഓരോ സംഗതികൾ. എന്നാലോ നല്ല സ്നേഹമുള്ള മക്കളാണ്. മാത്രമല്ല ആയുസ് കുറവാണ്. 40-40 വയസ്സ് വരെ ഈ കുട്ടികൾ ജീവിക്കും. അപ്പോൾ കുട്ടികളെ അഭിമാനികളായി, ഇവരെയൊന്നും പ്രദർശന വസ്തുക്കളായിട്ടല്ല, അഭിമാനികളായി മാറ്റുക, അഭിമാനികളായി വളർത്തുക. മാത്രമല്ല അടുത്ത കാലത്തായി ഭിന്നശേഷി കുട്ടികളെ നോക്കാൻ കഴിയാത്തത് കൊണ്ട് രക്ഷിതാക്കൾ കുട്ടികളെ കൊല്ലുന്ന വാർത്തകളും പുറത്തു വന്നു. അപ്പോൾ കണലൊരു വലിയ പ്രഖ്യാപനം നടത്തി, നിങ്ങൾ കൊല്ലരുത്, ഞങ്ങൾ ഏറ്റെടുത്തോളാം, ഞങ്ങൾ മരണം വരെ സംരക്ഷിച്ചോളാം. രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ അഡ്മിഷൻ്റെ നടപടികൾ ഉടനെ തന്നെ പൂർത്തിയാവും. അങ്ങനെ പിന്നെ ഇവിടത്തേക്ക് അപേക്ഷ 2000-ഓളം പെൺകുട്ടികൾ അപേക്ഷ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ടവരും അതിലുണ്ട്. ഇതിലേറ്റവും വലിയ സങ്കടം അവരുടെ വീടുകൾ സന്ദർശിച്ചപ്പോൾ എല്ലാ കുട്ടികളും മാനഭംഗത്തിനിരയായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണേണ്ട ഒരു സംഗതിയാണ്. കാണാൻ നല്ലതായിട്ടുള്ള മക്കളായിരിക്കും ഇവർ പെൺകുട്ടികൾ. വീട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ആരൊക്കെയോ പിന്നെ രാക്ഷസന്മാരായിട്ടുള്ള മനുഷ്യമൃഗങ്ങൾ ഇത്തരം കുട്ടികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മക്ക് ജോലിക്ക് പോകാനാവില്ല. അപ്പോൾ ഏറ്റവും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നുള്ള നിലക്കാണ് ഇതിനെ കാണുന്നത്. രാത്രി ഉറങ്ങാത്ത മെജോറിറ്റി പേരൻസിന് രാത്രി ഉറങ്ങാനാവില്ല. അവരങ്ങനെയാണ് ഉറങ്ങാന്നുണ്ടെങ്കിൽ കുട്ടികളെ കട്ടിലിനോടോ ജാലകത്തോടോ കെട്ടിയിടും. ഓട്ടിസ്റ്റിക്കായിട്ടുള്ള മക്കളെയൊക്കെ അങ്ങനെ ചെയ്യാം. ഞാൻ അധികം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ശരിക്കും ഏറ്റവും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ഒരു വർഷത്തേക്ക് ഒരു കുട്ടിക്ക് 48,000 രൂപയാണ് ചെലവ് വരുന്നത്. അത് മനുഷ്യസ്നേഹികളായ ആളുകളാണ് ഇതിന് സഹായം ചെയ്ത് ആ അർത്ഥത്തിലാണിത് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ നാട്ടിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടാകണം. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ശരീരം തളർന്നു പോയ ആളുകൾക്കുള്ള ന്യൂറോ തെറാപ്പി ആരംഭിച്ചിട്ടുണ്ട്. ശരിക്കും ഇപ്പം ഈ കോവിഡിന് ശേഷം വന്നിട്ടുള്ള വലിയൊരു പ്രശ്നമാണ് ശരീരം തളർന്നു പോയി. ഇപ്പം തന്നെ സതീശൻ നല്ല ഡ്രൈവറായിരുന്നു. മൂപ്പര് ഒരു ഇഞ്ചറി വന്നിട്ടാണ് ശരീരം തളർന്നു പോയത്. 3 മാസം കൊണ്ട് ന്യൂറോ തെറാപ്പിയിലൂടെ ആളുകളെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സംവിധാനം നമ്മൾ ആരംഭിച്ചു. അത് കണ്ണൂരിലാണ് കണ്ണൻ്റെ ഹോസ്പിറ്റലുള്ളത്.
നിങ്ങൾ പൊതുപ്രവർത്തകന്മാരായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കണ്ണൂരിലെ വലിയ പാരാമെഡിക്കൽ ഹോസ്പിറ്റലാണ്. സ്ട്രോക്ക് വന്ന് തളർന്നുപോയ ആളുകൾക്ക് ഹൈഡ്രോതെറാപ്പി ഉൾപ്പെടെ നൽകി ആളുകളെ 3 മാസം കൊണ്ട് തിരിച്ചു വരുന്ന സംവിധാനമാണ്. അതിൻ്റെ ഒരു സാറ്റലൈറ്റ് സെൻ്ററാണ് നമ്മളിപ്പോൾ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാക്സിമം ചെയ്യാം. അതുപോലെ മാസത്തിൽ ഒരു ദിവസം കമ്മ്യൂണിറ്റി സൈക്കാട്രിയുടെ ഡോക്ടർ ഇവിടെ വന്ന് പരിശോധന നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ 400 മാനസിക രോഗികളുണ്ട്. അത് വലിയ ഭ്രാന്തന്മാരല്ല, മറിച്ച് മാനസികമായ സംഘർഷങ്ങൾ ഏൽക്കുന്ന വലിയ വിഭാഗം ഓരോ പഞ്ചായത്തിലും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇത് കൂടുകയാണ്. ചെറുപ്പക്കാർ ലഹരി ഉപയോഗിക്കുന്ന നമ്മുടെ മക്കൾ ഉൾപ്പെടെ രാത്രി ഉറങ്ങാത്ത കുട്ടികളാണ് നമ്മുടെ മക്കൾ. എന്ന് പറഞ്ഞാൽ പലതരത്തിൽ ലഹരിക്ക് വശംവദരാവാനുള്ള സാഹചര്യം നമ്മുടെ വീട്ടിലെ മക്കൾക്ക് നടക്കരുത്. അടുത്ത 10 വർഷം കഴിയുമ്പോൾ വല്ലാതെ മാനസിക രോഗികൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇവിടെ സൗജന്യമായി അത്തരം മാനസികമായി സംഘർഷം അനുഭവിക്കുന്ന കുടുംബത്തിലെ ആളുകൾക്ക് സൗജന്യമായ ചികിത്സയും ട്രീറ്റ്മെൻറ്റും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇന്ന് എല്ലാ കുട്ടികളും ഉണ്ടായില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. എന്നാലും കൂടുതൽ ഇടപഴകി നിങ്ങൾക്ക് ജനിക്കാതെ പോയ മക്കളാണിത് എന്നുള്ള അർത്ഥത്തിൽ അതാണ് ദൈവം നമുക്ക് നൽകാതെ പോയത് വലിയൊരു പരീക്ഷണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജനിക്കാതെ പോയ ഒരു കുട്ടി ഇവിടെ ഉണ്ട്, ഒരു മോൻ ഇവിടെ ഉണ്ട്, ഒരു മോൻ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കണം. ഇത് എന്തൊരു വികാരത്തോട് കൂടി വേണം പോകാൻ. ഉമ്മൻചാണ്ടി സാറ് നമ്മൾ മരണമായിട്ട് സംഭവിച്ചു മരണപ്പെട്ടു പോയത് ആ മരണം ഇന്നേക്ക് ഒരു വർഷം തികയുമ്പോൾ ഇത്രയേറെ പ്രാധാന്യത്തോടുകൂടി ഇതിൻ്റെ പ്രാധാന്യം കണക്കാക്കി തണൽ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിലെ വേദന അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഈ സ്ഥാപനം തിരഞ്ഞെടുക്കാം. പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മൃഗനായ മകൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഷിജുവിനോട് ഞാൻ ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. വളരെ ഹൃദയത്തോടെ തൊട്ടടുത്ത പ്രദേശമായിട്ട് പോലും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകാനായി സൂചിപ്പിച്ചു എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരായിരുന്നു. അതിനത് വളരെയേറെ പ്രധാനം. രണ്ടാമത് അബ്ബാസ് മാഷെ പരിചയപ്പെടാൻ, അദ്ദേഹത്തിനെ ബന്ധപ്പെടാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന എനിക്ക് കഴിയാത്തതിൽ വളരെയേറെ പ്രയാസമുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ ഏതൊരു സന്ദർഭത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നവാസ് മാഷുമായി ബന്ധപ്പെടാനും നമ്മളിലുള്ള ബന്ധം ഈ സ്ഥാപനത്തിന് വേണ്ടി ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് നവാസ് മാഷ് പോലെ വലിയ അയ്യനായി ഷിജുവിൻ്റെയും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഈ കൂത്താൽ മണ്ഡലത്തിലെ ഈ പാർട്ടിയുടെ നാഡീതുടിപ്പായിട്ടുള്ള ആളുകൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ഈ കോലി ചൊല്ലുന്ന മണ്ഡലം. അതുപോലെ ഷിജുവിൻ്റെ ക്ഷണം സ്വീകരിച്ചു മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത സ്നേഹത്തോടു കൂടിയാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ.ടിയും UDF കമ്മിറ്റിയുടെ ചെയർമാൻ ജമാൽ മാഷ് അടക്കമുള്ള ആളുകൾ ഒരു UDF പ്രവർത്തനം എന്നുള്ളതിന് ഉപരിയായി അവിടെയുള്ള ഐക്യത്തിൻ്റെ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ മുത്താളി പഞ്ചായത്തിൻ്റെ മഹിമയെക്കുറിച്ച് മഹാത്മ്യത്തെക്കുറിച്ച് 2 വാക്ക് മുത്താളി എന്ന് പറയുന്ന ആ പ്രദേശം പരസ്പരം സ്നേഹിക്കുവാനും ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാനുമുള്ള മനസ്സുള്ള ഒരു പഞ്ചായത്താണ് കൂത്താളി. ആ പഞ്ചായത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, ഒരുപാട് പ്രഗത്ഭർ വളർന്ന് ഞങ്ങൾ പറയുന്നതിനാലും തെറ്റിദ്ധരിക്കേണ്ടത് പണ്ട് കാലങ്ങളിൽ ഞങ്ങളെയൊക്കെ പൂർവികന്മാർക്ക് നിയമം നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന് പറയുന്ന കൂത്താളി മൂക്ക് എന്നാണ് ഞാൻ കേട്ടത്. ശരിയായിരിക്കും ഞാൻ മനസ്സിലാക്കി. കൂത്താളി തമ്പായി എന്ന് പറയുന്ന ആളുകളാണ് അന്നത്തെ നിയമ നടപടിക്രമം ഇന്ന് കോടതി പറയുന്നത് പോലെ പ്രഖ്യാപിക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു കൂത്താളി. ആ കൂത്താളി പഞ്ചായത്തിൽ ഡോക്ടർ KG അടിയോടിയെ പോലെയുള്ള ആളുകൾ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തും ഇന്ന് പേര് നിലനിൽക്കുന്ന രാഷ്ട്രീയ ജീവിതത്തിൽ സത്യസന്ധനായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ എങ്ങനെ ഓർമ്മിക്കുന്നോ അതേപോലെ കൂത്താളി പഞ്ചായത്തിലും കേരളത്തിലെ മുക്കിലും മൂലയിലും എവിടെ ചെന്നാലും ഓർമ്മിക്കുന്ന ഒരു നേതാവാണ് ഡോക്ടർ KG അടിയോടി. അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരിമാരും ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരും. അപ്പോൾ അതിൻ്റെ ഗുണവും അതിൻ്റെ പ്രാഗാത്മ്യവും അതിൻ്റെ പ്രാധാന്യവും ഈ തണൽ എന്ന് പറയുന്ന അതിമഹത്തായ ഈ സംരംഭത്തിൽ ഉണ്ടാകുമെന്ന് നവാസ് മാഷിക്ക് ഞാൻ ഉറപ്പു തരുന്നു. നവാസ് മാഷ് ചുരുങ്ങിയ വാക്കിലൂടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യവും ഇവിടെ ചെയ്യുന്ന ജീവത്യാഗവും യവോജ്ജലമായ മനസ്സും ഇവിടെ വളരെ പ്രാധാന്യത്തോടു കൂടി ശ്രീ നവാസ് മാഷ് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാക്ക് തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വാക്കാണ്. ആ വാക്കും ഈ പ്രദേശവും ഈ ചങ്ങരോത്ത് പഞ്ചായത്തിലെ ഈ പ്രദേശത്ത് ഇത്രയേറെ പ്രാധാന്യത്തോടു കൂടി തണൽ എന്ന് പേരിട്ട് അതിമഹത്തായ പേരിട്ട്
ഈ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കളെയും അവരെ മക്കളെയും സഹായിക്കുന്നതിന് മനസ്സ് കാണിച്ചിട്ടുള്ള ഈ തണലിന് നേതൃത്വം കൊടുക്കുന്ന നീണ്ട 37 വർഷക്കാലം അധ്യാപക ജീവിതത്തിൽ ഒരു വലിയ തലമുറയെ 37 വർഷം എന്ന് പറയുന്നത് വലിയ കാലവർഷം, വലിയൊരു കാലമാണ്. ആ കാലത്ത് വലിയൊരു തലമുറയെ വാർത്തെടുക്കാൻ ഇതുപോലെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം നിറഞ്ഞ ഒരു മനസ്സുള്ള ഇന്ന് വളരെ ദുർലഭമാണ് നവാസ് മാഷയെ പോലുള്ള ആളുകളെ കാണുക എന്ന് പറഞ്ഞാൽ. അപ്പം നവാസ് മാഷെ സഹപ്രവർത്തകന്മാരെ ശുശ്രൂഷിക്കുന്ന ആ മനസ്സ് നമ്മൾ ആരെന്ത് പറഞ്ഞാലും നല്ല മനസ്സ് കാണുന്നത് വളരെ കുറവാണ്. അതിൻ്റെ ഒരാളായി കുറ്റ്യാടിയിൽ നിന്നും ഈ ഇവിടെ വടക്കുംപാട് സ്കൂളിലെ തൊട്ട താഴ്വരയിൽ നിന്നുകൊണ്ട് ഈ കുട്ടികളെ സഹായിക്കാൻ ബുദ്ധി കുറഞ്ഞ അതല്ലെങ്കിൽ ജീവിത രീതിയിൽ പല ബുദ്ധിമുട്ടുകളും സഹിക്കുന്ന ഈ മക്കളെ പോറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു അമ്മ മക്കളെ എങ്ങനെ പോറ്റുന്നോ അതിനേക്കാൾ നല്ല രീതിയിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഈ നവാസ് മാഷയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള രാജ്യത്തിന് പുറത്തും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഇത്രയേറെ സഹായം ലഭിച്ച് ഇതിലൂടെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഞാൻ കൂടുതൽ പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല. എങ്കിൽ പോലും കുറഞ്ഞ വാക്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പൊതുപ്രവർത്തകൻ എന്തായിരിക്കണം അത് കാണിച്ചു കൊടുത്ത കേരള രാഷ്ട്രീയത്തിൻ്റെ അത്യുജ്വലനായ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്, സാധാരണക്കാരുടെ കൂടെ നിന്നുകൊണ്ട്, രാഷ്ട്രീയ ഭേദമന്യെ മറന്നുകൊണ്ട്, ഇന്ന് നമ്മുടെ ചില പ്രദേശങ്ങളിൽ കാണുന്ന ജാതി മത ചിന്തകൾ മറന്നുകൊണ്ട് നാട്ടുകാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി രാവ് പകൽ കഷ്ടപ്പെട്ട ജനമനസ്സുകളിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ അകത്തും പുറത്തും ഒരുപാട് നേതാക്കന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും വിളിച്ചോതുന്ന പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു വർഷം തികയുമ്പോൾ, ഇന്നേക്ക് ഒരു വർഷം പിന്നിടുമ്പോൾ ജനമനസ്സുകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട നേതാവിൻ്റെ ഈ ദിനം ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച, ജനാധിപത്യ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി എല്ലാം കൊടുത്ത പ്രിയപ്പെട്ട നേതാവിനെ, അതാണ് ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത്. എന്താണ് വേണ്ടത്? ജനപക്ഷത്ത് നിൽക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതിൽ ഒരുപാട് കുറ്റാരോപണങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്ത് എല്ലാ ആളുകളെയും ദ്രോഹിക്കുന്ന രാഷ്ട്രീയ നടപടി അവസാനിപ്പിക്കണം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ തന്നെ. മരണത്തിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് വലിയ എടുത്ത് മുട്ടിച്ചിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്നിടത്ത് ആരായാലും അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ ജനമനസ്സുകളിൽ പറയാൻ, അതിന് രാഷ്ട്രീയ വിരോധം വെച്ച് പറയാതെ രാഷ്ട്രീയ സ്നേഹത്തോടു കൂടി, രാഷ്ട്രീയം എന്ന് പറയുന്നത് പരസ്പരം എതിർക്കാനോ പരസ്പരം തകർക്കാനോ അതല്ലെങ്കിൽ കഴിവിനെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനല്ല നാം ഉപയോഗിക്കേണ്ടത്. നാടിനു വേണ്ടി, സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ഇത്തരം കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്തോ ആ ചെയ്തത് സത്യസന്ധമായി കാണാനും അദ്ദേഹത്തിന് പ്രോത്സാഹനം കൊടുക്കാനും അവരെ സഹായിക്കാനുമുള്ള സന്മനസ്സായിരിക്കണം പൊതുപ്രവർത്തനത്തിൽ, അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നാം കാണേണ്ടത് എന്നുകൂടി ഈ ദിനത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിന്റെ ആ ദിനം ജനമനസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം വാരി കോരിക്കൊടുത്തോ അത് ഇനിയുള്ള നാടുകളിൽ ജനമനസ്സുകളിൽ ഒരു ജനപ്രതിയായി കഴിഞ്ഞാൽ തന്നാൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുവാനുള്ള മനസ്സ് ഈ ദിനം ആകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ആ സ്മരണയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ പേരും നിലയും വരെയും നിലനിർത്താൻ നമ്മുടെ ഓരോ ആളുകളും ഇത്തരത്തിലുള്ള സ്ഥലം ഞാൻ ഷിജുവിനെ വീണ്ടും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇത്രയേറെ സ്ഥലങ്ങളിലായിട്ട് ആർക്കും ഓർമ്മ വരാതെ ഈ തണൽ എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിലെ ആ അവശത അനുഭവിക്കുന്ന ആ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഭംഗിയായി കൊടുക്കുവാൻ മനസ്സ് കാണിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെയും അദ്ദേഹത്തെ സഹായിച്ച പാർട്ടി നേതൃത്വത്തെയും അതിലുപരി ഈ തണലിനത് 4 കൈ കൂട്ടി സ്വീകരിച്ച് ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ മുഴുവൻ 1100 ചില്ലാനും മണ്ഡലങ്ങളിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്ത സേവനം ജനമനസ്സുകളിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുകയാണ്. അത്തരത്തിന്റെ ഭാഗമായി ഈ തണൽ എന്ന് പറയുന്ന ഈ മഹാസ്ഥാപനത്തിലേക്ക്, പ്രസ്ഥാനത്തിലേക്ക് ഇത് നൽകാനും അത് സ്വീകരിക്കാനും തയ്യാറായ നവാസ് മാഷയും കുടുംബത്തെയും മുഴുവൻ വളരെ ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത വർഷം വരുമ്പോൾ ഇതിനേക്കാൾ നന്നായി
ഇതിനേക്കാൾ ഉപരിയായി ഇതേ സ്ഥാപനത്തിൽ കൊടുക്കുവാൻ നമ്മുടെ പാർട്ടി തയ്യാറാകണം. അതിന് ഇന്ന് ഷിജു ഒറ്റക്കാണെങ്കിൽ അല്ലെങ്കിൽ സഹപ്രവർത്തകന്മാർ മാത്രമാണെങ്കിൽ ഇന്നിവിടെ വന്നിട്ടുള്ള ആളുകൾ ഓരോ ആളുകളും ഇപ്പൊ ഞാൻ രവിയെയും അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നല്ല സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ശ്രീ കേരളത്തിൽ രവിയൊക്കെ. അപ്പം ഇതുപോലെ സേവനം അദ്ദേഹത്തിന്റെ പ്രദേശത്ത് നടത്തുന്നയാളാണ്. അപ്പം അടുത്ത വർഷം മറ്റെല്ലാ സ്ഥലങ്ങളിലും മാറ്റിവെച്ച് ഞാൻ നിങ്ങളുടെ എളിയ അഭ്യർത്ഥന, അടുത്ത ഉമ്മൻചാണ്ടി വർഷങ്ങളും ദിനങ്ങളും കടന്നു പോകാൻ വേഗം കഴിയും. അപ്പം നവാസ് മാഷോട് അന്വേഷിച്ച് ഇവിടെ എന്നും അദ്ദേഹത്തിന്റെ പേരും നിലയും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി എന്താണോ അത് അടുത്ത വർഷം തെരഞ്ഞെടുക്കാൻ എൻ്റെ പാർട്ടി പ്രവർത്തകന്മാരും ഞാനടക്കമുള്ള ആളുകൾ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് സ്വീകരിച്ച ഈ പ്രസ്ഥാനത്തെയും സഹായിച്ചവരെയും പ്രത്യേകം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ്. അത് ഉറച്ചു നിൽക്കുന്ന ഒരു വാക്കായിട്ട് സ്വീകരിക്കുകയാണ്. പിന്നെ അനുസ്മരണം ഒരാളുടെ പേരിൽ നടത്തുക എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു ഓർമ്മപ്പെടുത്തൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ജനമനസ്സുകളിൽ കുടിയിരുത്തപ്പെടുകയും അതുപോലെ ഒരു ദൈവിക സന്നിധി പോലെ ഇന്നും അദ്ദേഹത്തിൻ്റെ രോഗത്തിനകത്ത് പ്രാർത്ഥിക്കാൻ വരെ പോകുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണയിൽ അദ്ദേഹത്തെ പറ്റി നല്ലൊരെടുത്ത് പറയുകയാണെങ്കിൽ ശരി ഒരു വർഷം നിർത്താൻ മതിയാകും. ഈ സ്ഥാപനം ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്ന് അറിയുകയല്ലാതെ പല സ്ഥലങ്ങളിൽ നിന്നും ഇതിനെപ്പറ്റി അറിയും. പക്ഷേ അത് കൂടുതൽ പരിചയപ്പെടാൻ ഞാൻ ഇവിടെ ചിന്തിച്ചില്ല. ഇന്ന് നവാസ് മാഷ് ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഹൃദയത്തിനുള്ളിൽ അത് തങ്ങി നിൽക്കുകയാണ്. അതുപോലെ ഈ പരിപാടി ഈ ഒരു സംരംഭം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ആദ്യമായി ആരൊരാളുടെ മനസ്സിലൊരു ചിന്ത വന്നതായിരിക്കുമല്ലോ. ആ ചിന്ത വന്ന ആൾ മുതൽ ഇന്ന് ഈ സ്ഥലത്ത് ഇവിടെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ ഇനിയും കാലങ്ങൾക്കപ്പുറം വരെ ഇവിടെ ചേരുന്നവർക്കും ഇതിൽ സേവനം ചെയ്യാൻ വേണ്ടി എത്തുന്നവർക്കും ദൈവികമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ കൂട്ടികളെ അറിയിക്കും. അപ്പോൾ അന്ന് എല്ലാവർക്കും സംസാരിക്കാനും മറ്റു കാര്യങ്ങൾ പറയാനെല്ലാം വേദി ഉണ്ടാകും. അതുകൊണ്ട് ഈ പരിപാടി എല്ലാവരുടെ സമ്മതത്തോടുകൂടി ഉദ്ദേശിക്കാൻ ഇവിടെ Gracias.